ദാവീദിനെ നോക്കി നമ്മൾ പറയുന്നു, അവൻ വ്യഭിചാരി, ഇനിയും ഇവനെ സഭയിൽ കയറ്റരുത്. എന്നാൽ അതേ ദാവീദിനെ നോക്കി യഹോവയായ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. രക്തസ്രവക്കാരിയായ സ്ത്രീയെ നോക്കി നമ്മൾ പറയുന്നു, അവളുടെ മേൽ ഒരു ബാധയുണ്ട്, അവൾ അശുദ്ധയാണ്, അവളെ സഭയിൽ കയറ്റരുത്. എന്നാൽ അതേ സ്ത്രീയെ നോക്കി യേശുക്രിസ്തു പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ ബാധ മാറി സ്വസ്ഥയായിരിക്കുക എന്ന്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നോക്കി നാം പറയുന്നു, അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന്. എന്നാൽ അതേ സ്ത്രീയെ നോക്കി യേശു പറയുന്നു, പോക, ഇനി മേലാൽ പാപം ചെയ്യരുത്. കർത്താവായ യേശു ക്രിസ്തു ഒരു ഡീസൻറ്റ് ഫെലോയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡീസൻസി അവൻ്റെ എല്ലാ വാക്കിലും എല്ലാ പ്രവൃത്തിയിലും നിറഞ്ഞു നിന്നു. എന്തുകൊണ്ടോ ആത്മീയ ലോകത്ത് വളരെ സ്വാഗതം ചെയ്യപ്പെട്ട ഒരു വാക്കാണ് സഹോദര എന്നും സഹോദരി എന്നുമുള്ളത്. എന്നാൽ അതേ സ്ഥാനത്ത് സ്ത്രീ എന്ന് വിളിച്ചാൽ അവരുടെ നെറ്റി ചുളുങ്ങിപ്പോകുന്നു. എന്നാൽ ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു വളരെ ശക്തമായി ഉപയോഗിച്ച ഒരു വാക്കാണ് സ്ത്രീ എന്നുള്ളത്. അതെ, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നു, കേൾക്കുവാൻ പോകുന്നു, സ്ത്രീ എന്നത് ഒരു മർമ്മം. കാലമുണ്ടായ കാലം തുടങ്ങി സ്ത്രീകൾ അവഗണിക്കപ്പെട്ടവരാണ്. എന്നാൽ കാലത്തിൻ്റെ മുന്നേറ്റത്തിൽ സ്ത്രീകൾ ലോകത്തിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു. അടുക്കളയുടെ 4 ചുവരിനുള്ളിൽ ഒതുക്കപ്പെട്ട അവളുടെ ജീവിതം ഇന്ന് ഉയർന്ന പദവികളിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഒതുക്കപ്പെട്ട അവളുടെ ജീവിതം ഇന്ന് ലോകത്തിൻ്റെ വൻകരകളിലേക്ക് വിശാലമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ അവൾക്ക് ശക്തി പകർന്നു കൊടുത്തത് ഈ ലോകത്തിൽ ദ്രവിച്ചു പോകുന്ന യാതൊരു പാഴ്വസ്തുക്കളുമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആണെന്നില്ല പെണ്ണെന്നില്ല, വിശ്വസിക്കുന്ന ഏവനെയും ദൈവശക്തിയാക്കി മാറ്റുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചർ ചോദിച്ച ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ്. ഇനിയും സ്ത്രീ എന്ന വാക്കിന് ദൈവവചനം കൊടുത്തിരിക്കുന്ന അർത്ഥം എന്തെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തിയുടെ ആരംഭം തുടങ്ങി നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയുന്ന വാക്കാണ് സ്ത്രീ എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അങ്ങനെയെങ്കിൽ ആ വാക്തത്വം കേട്ട സ്ത്രീയുടെ പേരാണ് ഹവ. എന്നാൽ ആ വാക്തത്വത്തെ ചുമന്ന് സഞ്ചരിച്ച സ്ത്രീയുടെ പേര് രൂത്ത്. ദൈവവചനം മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി എഴുതിയപ്പോൾ അവളുടെ പേരും മറക്കാതെ ചേർക്കപ്പെട്ടു. എന്നാൽ ആ വാക്തത്വത്തെ ഗർഭം ധരിച്ച് അതിനെ ജനിപ്പിച്ച സ്ത്രീയുടെ പേരാണ് മറിയ. അങ്ങനെയെങ്കിൽ ആ വാക്തത്വ സന്തതി ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കം ചെയ്ത് തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ആരോഹണം ചെയ്തപ്പോൾ ആ സ്ത്രീക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ട പേരാണ് മണവാട്ടി സഭ. അങ്ങനെയെങ്കിൽ ആ മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവളെ വേളി കഴിച്ച് അവൾക്ക് കൊടുക്കപ്പെടുന്ന പേരാണ് കാന്ത. അതെ, കുഞ്ഞാടിൻ്റെ കാന്ത. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീ പുരുഷന് താങ്ങായി നിന്നുവെങ്കിൽ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ പുരുഷൻ സ്ത്രീക്ക് താങ്ങായി നിൽക്കുന്നു. അതെ, ദൂതൻ ജോസഫിനോട് കൽപ്പിക്കുന്നു, അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കേണ്ട. പുരുഷന്റെ ഇഷ്ടമല്ല, ജഡത്തിന്റെ ഇച്ഛയുമല്ല, സാക്ഷാൽ പരിശുദ്ധാത്മാവും അത്യുന്നതന്റെ ശക്തിയും മറിയ എന്ന സ്ത്രീയിൽ നിന്ന് ഉളവായതത്രേ കർത്താവായ യേശു ക്രിസ്തു. ഇനിയുമുണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം. യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ച് മുറിക്കുള്ളിൽ ഇരിക്കുന്ന ശിഷ്യന്മാർ, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നു, തൊട്ടു, നോക്കി, അനുഭവിച്ചു എന്നൊക്കെ പറയുന്ന ശിഷ്യന്മാർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം കൊടുക്കുവാൻ നോക്കിയപ്പോൾ ആരെയും യേശുവിനെ കിട്ടിയില്ല. എന്നാൽ ഇരുട്ടിനെ ഭയപ്പെടാതെ, പടയാളിയെ ഭയപ്പെടാതെ, കല്ലറകളെ ഭയപ്പെടാതെ മുൻപിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ. അവളുടെ പേര് മറിയ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം ആദ്യം വഹിച്ചത്, ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ സ്ത്രീ. വേശി എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ട രാഹാബ് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടു. അതെ, നിന്ദ്യവും ബലഹീനമായതിനെ ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്നതത്രേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഡീസൻസി. ഈ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരുന്നു. നീതിമാന്മാരെ, അറിയപ്പെട്ടവരെ, അംഗീകരിക്കപ്പെട്ടവരെ ചേർക്കുവാനല്ല, ഏറ്റവും ബലഹീനമായതിൽ ദൈവത്തിൻ്റെ ശക്തി പകർന്ന് ഏറ്റവും ദ്രവത്വമായതിൽ അദ്രവത്വമാക്കി മാറ്റി മരണത്തെ ജീവനാക്കി ക്രിസ്തുവിനോട് കൂടെ തേജസ്സിലിരുത്തുവാൻ ദൈവശക്തി ധരിപ്പിച്ചുകൊണ്ട് മണവാട്ടിയാക്കി തീർക്കുവാൻ യേശു വരുന്നു. അവനോട് കൂടെ വാഴുന്നത് ക്രിസ്തുവിൻ്റെ കാന്തയായി. എൻ്റെ എല്ലാം പിറകിൽ ഒരേ ഒരു ഭാവം, സ്ത്രീ എന്ന ഭാവം. അതെ, സ്ത്രീ എന്നത് ഒരു മർമ്മം. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ, ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ, ഇത്രയും സ്നേഹം കിട്ടിയ
ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യ